പുതിയ പദവി ഏറ്റവും വലിയ ദൈവാനുഗ്രഹമാണെന്ന് കോഴിക്കോട് അതിരൂപതയുടെ പ്രഥമ ആർച്ച് ബിഷപ്പായി നിയമിതനായ ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കേരള വിഷൻ ന്യൂസിനോട് പറഞ്ഞു. പണം കൊടുത്താൽ കിട്ടുന്ന ഒന്നല്ല ഈ പദവി, ജനങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം കൂടിയാണിത്. കോഴിക്കോട് രൂപതയുടെ നന്മകൾക്കുള്ള അംഗീകാരമാണിത്. ആഗോള സഭയുടെ ശതാബ്ദി സമാനമായി ഇതിനെ കാണാൻ പറ്റുമെന്നും അദ്ദേഹം പറഞ്ഞു. ആർച്ച് ബിഷപ്പായി പ്രഖ്യാപിക്കപ്പെട്ടതിന് പിന്നാലെ കേരള വിഷൻ ന്യൂസ് കോഴിക്കോട് ബ്യൂറോ ചീഫ് റിയാസ് KMR അനുവദിച്ച പ്രതികരണത്തിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. കോഴിക്കോട് അതിരൂപതയായി പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ. ഒപ്പം തന്നെ നേരത്തെ കോഴിക്കോട് രൂപത അധ്യക്ഷനായിരുന്ന വർഗീസ് ചക്കാലക്കൽ അദ്ദേഹത്തെ ആർച്ച് ബിഷപ്പായി കൂടി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇപ്പോൾ ആർച്ച് ബിഷപ്പ് ഡോക്ടർ വർഗീസ് ചക്കാലക്കൽ കേരള വിഷൻ ന്യൂസിനൊപ്പം ചേരുകയാണ്. പിതാവ്, ഈ ഒരു സന്തോഷ നിമിഷത്തെ എങ്ങനെയാണ് കാണുന്നത്? ഇത് ഞാൻ കാണുന്നത് ഏറ്റവും വലിയ ദൈവാനുഗ്രഹമായിട്ടാണ്. ഇത് മനുഷ്യർ വിചാരിച്ചാലൊന്നും കിട്ടുന്ന കാര്യമല്ല. നമ്മൾ പണം കൊടുത്താൽ ഇത് വാങ്ങാനും പറ്റില്ല. അപ്പോൾ ഇത് ദൈവാനുഗ്രഹമാണ്, ദൈവത്തിൻ്റെ പരിപാലനയുടെ ഒരു ഭാഗമായിട്ട് ഇതിനെ ഞാൻ കാണുന്നു. രണ്ടാമതായിട്ട് ജനങ്ങളുടെ പ്രാർത്ഥനയാണ്. നിരവധി പേർ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഈ രൂപതയെ ഒരു അതിരൂപതയാക്കി മാറ്റണമേ എന്ന്. പ്രത്യേകിച്ച് 2 വർഷം മുമ്പ് ഞങ്ങൾ ഇവിടെ സെൻറ്റിനറി ആഘോഷിച്ചു. സെൻറ്റിനറി ആഘോഷിച്ചപ്പോൾ എങ്ങനെയെങ്കിലും ഇതിനെ അതിരൂപതയാക്കി മാറ്റണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് എല്ലാവരും കൂടി ശ്രമിച്ചു, പക്ഷെ നടന്നില്ല. പക്ഷെ ഇപ്പോൾ കാലത്തിൻ്റെ തികവിൽ ദൈവം നിശ്ചയിച്ച സമയത്ത് കോഴിക്കോട് രൂപത ഒരു അതിരൂപതയായിട്ട് ഉയർത്തപ്പെട്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഇത് ഈ കോഴിക്കോടിനുള്ള ഒരു ശതാബ്ദി സമ്മാനമായിട്ട്, ആഗോള സഭയുടെ സമ്മാനമായിട്ട് കാണുന്നു. എടുക്കാൻ പറ്റും, നമുക്കെടുക്കാൻ പറ്റും. കോഴിക്കോട് രൂപതയുടെ രൂപത ചെയ്ത എല്ലാ നന്മകൾക്കുമുള്ള ഒരു അംഗീകാരമാണിത്. കാരണം ഇവിടെ പാമ്പ്ളാനി പിതാവ് പറഞ്ഞില്ലേ, ഈ കോഴിക്കോട് രൂപതയാണ് ഇവിടെ ആദ്യമായിട്ടുണ്ടായിരുന്നത്. ഈ കോഴിക്കോട് രൂപതയാണ് ഇവിടെ വന്ന 926 മുതൽ ഇവിടെ വന്ന കുടിയേറ്റക്കാരെ സംരക്ഷിക്കുകയും അവർക്ക് വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുകയും ചെയ്തത്. ഇവൻ അവസാനം ആകുമ്പോൾ ഈ തലശ്ശേരി അതിരൂപത തന്നെ ഉണ്ടാകാൻ വേണ്ടിയിട്ട് പ്രവർത്തിച്ചത് ഇവിടുത്തെ മെത്രാനായിരുന്ന പത്രോണി പിതാവാണ്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെയൊക്കെ പ്രാർത്ഥനയുടെ അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു അംഗീകാരം കൂടിയാണ് നമുക്ക് ഈ സ്ഥാനം കിട്ടിയതെന്ന് ഞാൻ വിചാരിക്കുകയാണ്. എന്തായാലും മെത്രാപ്പൊലീത്തയായിട്ട് ഒരുപാട് ഇനിയും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ കഴിയട്ടെ. കേരള വിഷൻ ന്യൂസിൻ്റെ അഭിനന്ദനങ്ങൾ. ക്യാമറ പേഴ്സൺ സജി തറയിലൊപ്പം റിയാസ് KMR, കേരള വിഷൻ ന്യൂസ്, കോഴിക്കോട്.